ഹരി ഓം. എല്ലാവർക്കും നമസ്കാരം. സത്വ രജ തമോ ഗുണങ്ങളെ എങ്ങനെയാണ് ഗുണങ്ങൾ നമ്മുടെ വ്യക്തിത്വത്തെ, നമ്മുടെ സ്വഭാവത്തെ, സംസ്കാരത്തെ രൂപപ്പെടുത്തുന്നത് എന്നുള്ളത് ഭഗവത്ഗീതയുടെ 14-ാം അധ്യായമായിട്ടുള്ള ഗുണത്രയ വിഭാഗ യോഗത്തിലൂടെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഈ സത്വഗുണം എങ്ങനെയാണ് നമ്മളിൽ പ്രകടമാകുന്നത് എന്നുള്ളതിന് സുഖത്തെ കാക്ഷിക്കുന്നു, ഒന്ന് ജ്ഞാനത്തെ ആഗ്രഹിക്കുന്നു, രണ്ട് ഇവിടെ ഈ ജ്ഞാനത്തെ ആഗ്രഹിക്കുന്ന, അറിയാൻ ആഗ്രഹിക്കുന്ന നമ്മളിലെ ത്വര, അതുപോലെ എനിക്ക് സുഖമായി ഇരിക്കണം, ഈ സുഖം, സന്തോഷം, ആഹ്ലാദം, ആനന്ദം, ഇങ്ങനെ 4 എണ്ണമുണ്ട്. ഇതിനെ നാലിനെയും മനസ്സിലാക്കേണ്ടത് ഈ 4ഉം 4ആണ്. ഈ സുഖം എന്ന് പറയുന്നത്, ഈ സുഖത്തെ പല കോണ്ടസ്റ്റിലും ഉപയോഗിക്കുകയെ ആനന്ദത്തിൻ്റെ കോണ്ടസ്റ്റിലും ഉപയോഗിക്കും. അത് ആ സന്ദർഭത്തിലാണ് മനസ്സിലാക്കേണ്ടത്. ഇപ്പോൾ ശ്രീനാരായണ ഗുരുദേവൻ ദൈവദശകത്തിൽ ആഴണം വാഴണം നിത്യം, വാഴണം സുഖം എന്ന് പറയുന്നുണ്ട്. അവിടെ അത് ആനന്ദമാണ്. സന്ദർഭത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ മാറ്റമുണ്ട്. അപ്പോൾ അതിനെ പൊതുവായി നമ്മൾ നോക്കിയാൽ സുഖം എന്ന് പറയുന്നത് ശരീര സംബന്ധിയാണ്. സുഖം എന്ന് പറഞ്ഞാൽ ശരീരം ആഗ്രഹിക്കുന്നതാണ്. സ്ഥൂല ശരീരം എപ്പോഴും സുഖമായി ഇരിക്കണം എന്ന്, സുഖമായി ഉറങ്ങി എന്നൊക്കെ നമ്മൾ പറയുമല്ലോ. പക്ഷേ സന്തോഷം എന്നത് ശരീരത്തിൻ്റെ അല്ല. സന്തോഷം കുറച്ചുകൂടെ ഉയർന്നു നിൽക്കുന്നതാണ്. അത് മനസ്സ് അനുഭവിക്കുന്നതാണ് സന്തോഷം എന്ന് പറഞ്ഞാൽ. മറ്റുള്ളതെല്ലാം ഉണ്ട്. ചിന്മയാൻ സ്വാമികൾ എപ്പോഴും പറയുന്ന കംഫർട്ടബിളി മിസറബിൾ, എല്ലാ സൗകര്യങ്ങളുടെ നടുക്ക് അസ്വസ്ഥത കൊണ്ടിരിക്കുക എന്ന് പറയുന്നു. അത് ആരെ അനുഭവിക്കുന്നതാണ്? മനസ്സിൻ്റേതാണ്. അപ്പോൾ സന്തോഷം മനസ്സിൻ്റേതാണ്, സുഖം ശരീരത്തിൻ്റേതാണ്. മറ്റൊന്നാണ് ആഹ്ലാദം എന്ന് പറയുന്നത്. അത് ഹൃദയത്തിൻ്റേതാണ് ആഹ്ലാദം. അങ്ങേയറ്റം ആഹ്ലാദഭരിതനായി എന്നൊക്കെ പറയുന്നത് മനസ്സും ശരീരവുമല്ല, അതിന് കുറച്ച് അപ്പുറത്തേക്കാണ്, ബുദ്ധിയുടെ തലത്തിൽ അതിൻ്റെ അപ്പുറത്താണ്. പിന്നെ 4-മത്തേതാണ് ആനന്ദം എന്ന് പറയുന്നത്. ഈ ആനന്ദം എന്ന് പറയുന്നത് അത് ബ്രഹ്മത്തിൻ്റെ ലക്ഷണമാണ്. സമാധി എന്ന് പറയുന്ന അവസ്ഥയുടെ ഇതാണ്, 4-മത്തേതാണ്. അപ്പോൾ അത് നമ്മുടെ സ്വരൂപമാണ്. മറ്റതിലൊക്കെ ഞാനുണ്ട്. ഞാൻ സുഖമായി ഉറങ്ങിയെന്നോ ഇരിക്കുന്നുവെന്നോ യാത്ര ചെയ്തെന്നോ എന്തെങ്കിലുമൊക്കെ പറയാം. ഞാൻ സന്തോഷിക്കുന്നു, ഞാൻ സന്തോഷിച്ചു, എനിക്ക് സന്തോഷമായി എന്നൊക്കെ പറയാം. ഞാൻ ആഹ്ലാദിച്ചു. അവിടെ എന്തുണ്ട്? ഞാനുണ്ട്. ആനന്ദത്തിൽ ഞാൻ ആനന്ദിക്കുന്നു നമ്മൾ പറയുമ്പം നമ്മളതിനെ വേറൊരു തലത്തിൽ പറയുന്നത്. അതിൽ ശരിയായതിൽ ആനന്ദത്തിൽ ഞാനില്ല, ആനന്ദം മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇവിടെ ഒരു സംശയവും ചോദ്യവും ഉണ്ടായിട്ടുള്ളത്, ഈ ജ്ഞാനം, അറിയാനുള്ള ആഗ്രഹം, അതും സുഖം എന്നുള്ളതുമാണ് നമ്മുടെ സത്വഗുണം നമ്മളിൽ പ്രകടമാകുന്നതിൻ്റെ ഒന്ന്. സത്വഗുണമാണ് അത്തരം വികാരങ്ങൾക്ക് നിദാനമായിട്ടുള്ളത്. അങ്ങനെയാണെങ്കിൽ ചോദ്യം എന്താണെന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ അറിയാനുള്ള ആഗ്രഹം, ജ്ഞാനേച്ഛുക്കളാവുക എന്ന് പറയുന്നത് അതെങ്ങനെ ബന്ധനമാകുമെന്നുള്ളതാണ്. ഇത് സത്വഗുണം എങ്ങനെ നമ്മളിൽ ബന്ധിക്കുന്നു എന്നുള്ളതാണ്. നമുക്ക് മനസ്സിലാക്കേണ്ടത് സത്വഗുണം ബന്ധനം തന്നെയാണ്. അറിയാനുള്ള ആഗ്രഹം ബന്ധനമാണത്. അറിയാനുള്ള ആഗ്രഹവും അറിഞ്ഞു കഴിയലും രണ്ടും രണ്ടാണ്. വേദാന്തത്തിൽ 2 ശബ്ദങ്ങളുണ്ട്. എന്താണ്? മുമുക്ഷുത്വം എന്ന് പറയും. ഗുണമാണ്, വേണ്ടതാണ്. എന്താണ് മുമുക്ഷുത്വം? മോക്ഷോമേ ഭൂയാത് ഇതി ഇച്ഛ. മോക്ഷോമേ ഭൂയാത് എന്ന് പറഞ്ഞാൽ എനിക്ക് സ്വതന്ത്രനാകണമെന്ന ഇച്ഛ.
ആർക്കാ സ്വതന്ത്രനാകണം എന്ന ഇച്ഛ ഇല്ലാത്തത്? എല്ലാവരും സ്വതന്ത്രരാകാനുള്ള ഇച്ഛയുടെ പുറത്താണ് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത്. നമുക്കത് നേരിട്ടറിയില്ല എന്നുള്ളതേ ഉള്ളൂ. നമുക്ക് ഈ സയൻസ് കണ്ടെത്തിയ കണ്ടെത്തലുകൾ മുഴുവൻ അതാണ്. ഇപ്പം നടത്തിക്കൊണ്ടിരിക്കുന്നതും അതാണ്. നമ്മൾ അതിന് അടിമകളുമാണ്. എന്താ സയൻസിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കണ്ടെത്തലിലേക്ക് എവിടേക്കാണ് പോകുന്നത് എന്ന് ചോദിച്ചു. നമ്മളൊന്നിനും സയൻസിനൊന്നും എതിരല്ലേ, നമ്മൾ പറയുകയാണ്. ദേശം, കാലം, വസ്തു, ഇതാണ് പരിമിതി എന്ന് പറയുന്നത്. ഇതിൽ നമ്മൾ അസ്വതന്ത്രരാണ്. ദേശം, കാലം, വസ്തു. എന്തുകൊണ്ടാണ് നമ്മൾ ഏറ്റവും കൂടുതൽ വേഗതയുള്ള വാഹനങ്ങൾ തിരഞ്ഞെടുക്കുന്നത്? ഏറ്റവും വേഗത്തിലെത്താൻ. ഈവൻ ഫ്ലൈറ്റിൽ പോലും ഫ്ലൈറ്റ് ചൂസ് ചെയ്യുന്ന സമയത്ത് ഒരുപാട് എന്താ പറയുക, ലേ ഓവർ മറ്റു പല എയർപോർട്ടുകളിലും ഉണ്ടെങ്കിൽ നമ്മളത് ഒഴിവാക്കും. നമുക്ക് വേണ്ടത് ഡയറക്റ്റ് ഫ്ലൈറ്റാണ്. എന്താണ്, നേരെ എത്രയും മാക്സിമം വേഗത്തിൽ അവിടെ എത്തുക. വളഞ്ഞു പോകുന്നതൊക്കെ ഉണ്ട്, ലാഭത്തിലായിരിക്കും, ലാഭം കിട്ടും. പക്ഷേ ഇതവിടെ എത്തുമ്പോഴേക്കും ഇപ്പോൾ US-ലേക്കൊക്കെയുള്ള ഫ്ലൈറ്റ് നോക്കുമ്പോൾ നമുക്ക് വേണമെങ്കിൽ വളഞ്ഞു പോകുന്ന ഫ്ലൈറ്റുകളിലൊക്കെ നല്ല ലാഭത്തിൽ പോകുന്നുണ്ട്. പക്ഷേ ഇതൊരു 4-5 ഫ്ലൈറ്റ് മാറി ഓരോ എയർപോർട്ടിലും 2 മണിക്കൂർ, 3 മണിക്കൂർ, 4 മണിക്കൂർ, ചേരൽ 8 മണിക്കൂറൊക്കെ ഉണ്ടാവും. അവർ 2 ദിവസം കഴിഞ്ഞിട്ടൊക്കെ എത്തുക. പണ്ട് കപ്പലിൽ പോകുന്നത് പോലെ. അതല്ല വേണ്ട, നേരിട്ട്. എന്താണ് നമ്മൾ എന്തിനാണ് ശ്രമിക്കുന്നത്? സമയത്തെ നമ്മുടെ കയ്യിൽ ഇല്ല സമയം എന്നുള്ളതാണ്. എനിക്ക് അത്ര സമയം വെറുതെ അവിടെ ഇവിടെയും കളയാനില്ല. അപ്പം സമയത്തിൽ നമ്മൾ പരിമിതരാണ്. നമുക്കങ്ങനെ ഒരു പ്രശ്നമുണ്ട്. സമയം അത് തന്നെയാണ് ദേശം എന്ന് പറയുന്നതും. ടൈം ആൻഡ് സ്പേസ് രണ്ടല്ല. രണ്ടിനെയും നമ്മൾ അളക്കുന്നത് അങ്ങനെയാണ്. നിങ്ങളൊരാളോട് നിങ്ങളുടെ വീട്ടിലേക്ക് വരാൻ റെയിൽവേ സ്റ്റേഷനിൽ എത്ര ദൂരമുണ്ട്, അദ്ദേഹത്തിൻ്റെ ചോദ്യം എന്താണെന്നറിയോ? ദൂരം എന്നാണ്. എന്ന് പറഞ്ഞാൽ ദേശത്തെയാണ് ആൾ ചോദിച്ചത്. പക്ഷെ നിങ്ങൾ കൊടുക്കുന്ന ഉത്തരം എന്താണെന്നറിയോ? അരമണിക്കൂർ എന്നാണ്. അപ്പോൾ അവിടെ നിങ്ങൾ ഉപയോഗിക്കുന്നത് എന്താണ്? കാലത്തെയാണ് ഉപയോഗിക്കുന്നത്. ദേശവും കാലവും വളരെ റിലേറ്റഡാണ്. അതൊന്നാണ് ഒരു തരത്തിൽ പറഞ്ഞത്, രണ്ടല്ല. ഇതുകൊണ്ടാണ് ഈ നാരായണീയത്തിലൊക്കെ തുടങ്ങുമ്പോൾ തന്നെ പറയുന്നത് ദേശകാലാവധിഭ്യാം. നമ്മുടെ വേദാന്തത്തിൽ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നതാണ് ദേശവും കാലവും, ടൈം ആൻഡ് സ്പേസ്. അപ്പോൾ നമുക്ക് നമ്മുടെ ഇന്നത്തെ ഏറ്റവും പഴയ രീതികളൊന്നുമല്ല നമുക്ക് ഓർമ്മയില്ല. പണ്ട് ടെലിഫോൺ എങ്ങനെയായിരുന്നു? ടെലിഫോൺ നമ്മൾ ഒരു സ്ഥലത്ത് ഫിക്സ് ചെയ്യുകയാണ്. ആ ഒരു സ്ഥലത്ത് ഫിക്സ് ചെയ്ത് നമുക്ക് അവിടുന്ന് കിടക്കയിലേക്കൊക്കെ കൊണ്ടുവയ്ക്കാൻ വേണ്ടി നമ്മൾ അതിൻ്റെ കേബിളിന് നീളം കൂട്ടി. പിന്നെ അതിൻ്റെ റിസീവർ എടുത്തു കഴിഞ്ഞാൽ അത് സ്പ്രിങ് പോലെ അതിന് നീളം കൂട്ടി. അങ്ങനെ അതിനെ കുറേ നീളം കൂട്ടി പല പോയിന്റുകൾ ഉണ്ടാക്കി റൂമുകളിലൊക്കെ. പിന്നെ എക്സ്റ്റൻഷനൊക്കെ കൊണ്ടുവന്നു. പിന്നെ കോഡ്ലെസ് വന്നു. അപ്പോൾ അത്യാവശ്യം പറമ്പിൽ അവിടെ ഇവിടെയൊക്കെ ആവാമെന്ന്. എന്നാലും അധികം ദൂരേക്ക് പറ്റില്ല. മാറ്റങ്ങളൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളതല്ലേ. അപ്പോഴൊക്കെ നമ്മൾ ആഗ്രഹിച്ചത് എന്താ? നമ്മൾ എവിടെ പോവുകയാണെങ്കിലും ഫോണ് നമുക്ക് കിട്ടണം. അങ്ങനെ ആയിരുന്നെങ്കിൽ എത്ര അന്ന് ആ ആവശ്യത്തെ നിറവേറ്റിക്കൊണ്ടാണ് മൊബൈൽ ഫോണുകളൊക്കെ വന്നത്. നമ്മുടെ ഈ വാർത്ത കൈമാറ്റത്തിൽ, നമ്മുടെ കമ്മ്യൂണിക്കേഷനിൽ വന്നിട്ടുള്ള അത്യപൂർവമായ നേട്ടങ്ങളൊക്കെ ഉണ്ട്. പേജറൊക്കെ ഉപയോഗിച്ച ആളാണ്. പേജറിൽ എന്താ കമൻറ്റ് എവിടെ പോയി കഴിഞ്ഞാലും നമുക്ക് മെസ്സേജുകൾ വരും, ടെക്സ്റ്റ് മെസ്സേജ്.
പക്ഷെ പേജറൊക്കെ നിന്നത് നമുക്ക് തോന്നുന്നു കഷ്ടി ഒരു 6 മാസം. മിലിറ്ററിയൊക്കെ ഉപയോഗിച്ചിരിക്കുന്ന സാധനങ്ങൾ അപ്പോഴും അവരൊക്കെയാണ് അത് ഉപയോഗിക്കുക. ഇടക്കാലത്ത് നമുക്കൊക്കെ എല്ലാവർക്കും സർവ്വസാധാരണമായി കിട്ടി. പക്ഷേ അത് 6 മാസം കൊണ്ട് തന്നെ അത് മാർക്കറ്റിൽ നിന്ന് ഔട്ടായി. മൊബൈൽ സജീവമായി വന്നു. മൊബൈൽ വന്ന സമയത്തോ എല്ലായിടത്തും നെറ്റ്വർക്ക് ഇല്ലാത്ത പ്രശ്നങ്ങളുണ്ടായിരുന്നു. പിന്നെയോ സ്മാർട്ട് ഫോൺ വന്നു. പഴയ ഞെക്കലൊന്നുമില്ല. അങ്ങനെയൊക്കെ വന്നപ്പോൾ നമുക്ക് ആഗ്രഹമായി ദൂരെയുള്ളവരെ കാണാൻ പറ്റിയിരുന്നെങ്കിൽ അല്ലേ. ഇപ്പോഴോ വീഡിയോ ചാറ്റായി, നേരിട്ട് ദൂരെ നടക്കുന്ന പരിപാടികൾ, നാട്ടിൽ നടക്കുന്ന ശവദാഹം, നാട്ടിൽ നടക്കുന്ന വിവാഹം, ചോറൂണ്, ബർത്ത്ഡേ പാർട്ടി എല്ലാം. എന്തിന് ഇപ്പോൾ ഭഗവത്ഗീത, ജ്ഞാനയജ്ഞം, ഇതെല്ലാം എന്താണ്? അകലങ്ങളില്ലാതെ ആക്കിക്കൊണ്ടിരിക്കുന്നതാണ്. എന്നിട്ട് ഈ അകലങ്ങളില്ലാതെ ആവുന്നുണ്ടോ? വേറെ രസം. അപ്പം ഇത് ഈ സൂപ്പർസോണിക് വിമാനങ്ങൾ ഉണ്ടാക്കുന്നതാണെങ്കിലും ഇതെല്ലാം തന്നെ ഈ ദേശകാല വസ്തു ശരീരത്തിൽ പരിമിതരാണ് നമ്മൾ. അപ്പം അതിൻ്റെ ആയുസ്സിൻ്റെ ദീർഘം കൂട്ടുക. മരിച്ചു കഴിഞ്ഞാലും എനിക്കെങ്ങനെ നിലനിൽക്കാൻ പറ്റും എന്നുള്ളത്, മരിച്ചു കഴിഞ്ഞാലും ഞാനിവിടെ ഓർമ്മിക്കപ്പെടണം എന്നുള്ളത് കൊണ്ട് ഇപ്പോഴേ ചിലതൊക്കെ ചെയ്തു വയ്ക്കുന്നു. അപ്പം അതിനു വേണ്ടി ശാസ്ത്രവും നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് നമുക്കൊപ്പം നിൽക്കുന്നു. അപ്പം ഈ ദേശം കൊണ്ടും കാലം കൊണ്ടും വസ്തുവിനെ കൊണ്ടും ഉള്ള പരിമിതിയെ അതിവർത്തിക്കാനുള്ള പരിപാടിയാണ് ഓരോരുത്തരും. പറഞ്ഞു വന്നത് മോക്ഷം എല്ലാവരും ആഗ്രഹിക്കുന്നുണ്ട്. മോക്ഷം എന്ന് പറഞ്ഞാൽ സ്വാതന്ത്ര്യം എന്നാണ്. ആ സ്വാതന്ത്ര്യം എനിക്ക് എവിടെ നിന്നാണ് വേണ്ടത്? ദേശത്തിൽ നിന്ന്, കാലത്തിൽ നിന്ന്, വസ്തുവിൽ നിന്ന്. അപ്പം ദേശകാല വസ്തു പരിമിതി ഇല്ലാത്തവനായി എനിക്ക് തീരണം. നമ്മൾ വളരെ സൂക്ഷ്മമായിട്ട് ആലോചിക്കണം ഇത്. പലരും മോക്ഷം എന്ന് പറഞ്ഞാൽ എന്താ വിചാരിച്ചിരിക്കണമെന്നറിയോ? ഈ വേദാന്ത ശാസ്ത്രം പറഞ്ഞ മോക്ഷം എന്ന് പറഞ്ഞാൽ നിങ്ങൾ മരിക്കുന്നതിന് മുമ്പ് നിങ്ങൾ എവിടെയോ പോയിട്ട് ഏതോ ലോകത്ത് പോയി ചേരും, ഭഗവാന്റെ പാദത്തിൽ പോയി ചേരുക എന്നൊക്കെ. ഏതാണ് ഈ ഭഗവാന്റെ പാദം? പറയുമ്പോൾ ഇങ്ങനെ ഓരോ ഉടായ്പൊക്കെ പറയാം. നിങ്ങളത് വ്യക്തമായി യുക്തിഭദ്രമായി ഉൾക്കൊള്ളുന്നില്ലെങ്കിൽ പദങ്ങളെല്ലാം കൃത്യമാണ്, പക്ഷേ ആ ഭഗവാന്റെ പാദം എന്ന് പറയുന്നത് എന്താണ് എന്ന് മനസ്സിലാക്കിയിട്ടില്ല. ഈ ബുദ്ധിമുട്ടാണ്. അപ്പം ഇത്രയേ ഉള്ളൂ. സർവതന്ത്ര സ്വാതന്ത്ര്യം, അതാണ് മോക്ഷം. ആ മോക്ഷമേ ഭൂയാത് ഇത് ഇച്ഛ, അതിൻ്റെ പേരാണ് മുമുക്ഷുത്വം എന്ന്. അപ്പം ഈ അപ്പം മുമുക്ഷുത്വം ഇല്ലാത്തത് ആർക്കാണെന്ന് ചോദിച്ചാൽ എല്ലാവർക്കും ഉണ്ട്. എല്ലാവരും മോക്ഷയിച്ചുക്കളാണ്. അവർ പ്രത്യക്ഷത്തിൽ പറയില്ല എനിക്ക് ഈ ദേശത്തിൻ്റെ പരിമിതിയുണ്ട്, ഈ കാലത്തിൻ്റെ പരിമിതിയുണ്ട്, വസ്തുവിൽ ഞാൻ പരിമിതനാണെന്നൊന്നും പറയില്ല. ആഗ്രഹമുണ്ട്. ഓരോരുത്തർ കാണുന്നതൊക്കെ, ഓരോരുത്തർ ചെയ്യുന്നതൊക്കെ കാണുമ്പോൾ അതുപോലെയൊക്കെ ചാടാനും ഓടാനും മറയാനും വില്ല് പോലെ വളഞ്ഞു നിൽക്കാനും സമ്മർസോൾട്ട് അടിക്കാനും. പക്ഷേ നടക്കുന്നില്ലേ? എൻ്റെ ശരീരത്തിൽ ഞാൻ പരിമിതനാണ്. ഓരോരുത്തർ റീലുണ്ടാക്കുന്നത് കണ്ടിട്ട് താനും റീലുണ്ടാക്കിയിട്ട് അവസാനം കുഴിയിൽ വീഴുകയാണ്. ഒരു ബിൽഡിങ്ങിൽ നിന്ന് ആ ബിൽഡിങ്ങിൽ ഈ ബിൽഡിങ്ങിലേക്ക് ചാടുന്നു, ചുമരിലിങ്ങനെ കയറുന്നു. പക്ഷികളെ പോലെ പറക്കണം എന്ന് ആഗ്രഹമുണ്ട്. പക്ഷേ നമുക്ക് പരിമിതിയുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ കോപ്റ്ററിലോ അതിലും ഇതിലൊക്കെ പോകുന്നത്. പറഞ്ഞു വന്നത്, നമ്മൾ ഈ മതപരമായി പറയുന്ന മോക്ഷം എന്ന് പറയുന്ന, എനിക്ക് മോക്ഷം, ഞാൻ അതിനെക്കുറിച്ച് ബോധവാനല്ല എന്നൊക്കെ പറയുമെങ്കിലും നിങ്ങളതിൽ ബോധവാനാണ്. നിങ്ങളും ആഗ്രഹിക്കുന്നു. വെറുതെ ഇങ്ങനെ ഈ ട്രാഫിക് ബ്ലോക്കിലൊക്കെ നമ്മൾ പെടുമ്പോൾ നമ്മുടെ ഈർഷ്യ എന്താണ്? നമ്മുടെ സമയം, നമ്മൾ പറയുന്നു വിലപ്പെട്ട സമയം എന്ന്. എന്നാൽ വിലപ്പെട്ട സമയമാണെങ്കിൽ നിങ്ങൾ എന്താ ചെയ്യുന്നത്? ഈ കാറിൽ ഇരുന്നു കൊണ്ട് അല്ലെങ്കിൽ വാഹനത്തിൽ ഇരുന്നു കൊണ്ട് മൊത്തം സംവിധാനത്തെ തെറി പറയുന്നു, സ്വയം ശപിക്കുന്നു,
പല്ല് കടിക്കുന്നു. എന്താ പ്രയോജനം? അപ്പം നിങ്ങൾ ഏത് സമയവും നിരർത്ഥകമാക്കി കളയുകയാണ്. അപ്പം ഞാൻ ശരീരമാണ്, മനസ്സാണ്, ബുദ്ധിയാണ് എന്ന് എത്ര കാലം നമുക്ക് ബോധ്യമുണ്ടോ അത്ര കാലവും നമ്മൾ അസ്വതന്ത്രരാണ്. അതുതന്നെയാണ് ബന്ധനം. അപ്പം മുമുക്ഷുത്വവും മോക്ഷവും രണ്ടും രണ്ടാണ്. മോക്ഷം സ്വാതന്ത്ര്യമാണ്, സർവതന്ത്ര സ്വാതന്ത്ര്യമാണ്. അപ്പം ഇത് കെട്ടല്ലേ എന്ന് ചോദിച്ചാൽ ചങ്ങലയാണ്. ചങ്ങലയല്ലേ എന്ന് ചോദിച്ചാൽ ചങ്ങലയാണ്, നല്ല ഉഗ്രൻ ചങ്ങലയാണ്. അപ്പം ആ അറിയാൻ ആഗ്രഹമുണ്ട്, അല്ലെങ്കിൽ മോക്ഷത്തിന് ആഗ്രഹമുണ്ട്. അതിന് പണിയെടുക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ പണിയൊന്നും എടുക്കുന്നില്ല. പണിയെടുക്കുന്നില്ല, ബന്ധനം തന്നെയാണല്ലോ. ഇത് മനസ്സിലാക്കണം. ആദ്യം മോക്ഷം എന്താണെന്ന് മനസ്സിലാക്കണം. അത് മരണാനന്തര ബഹുമതിയല്ല. ഈ സർക്കാരിലൊക്കെ കുറേ കാലം സർവീസിൽ ഇരുന്ന് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? പെൻഷൻ കിട്ടും. അങ്ങനെയാണ് പലരും ധരിച്ചിരിക്കുന്നത്. കുറേ കാലം ആശ്രമത്തിൽ പോവുക, കുറേ കാലം അമ്പലത്തിൽ പോവുക, കുറേ വ്രതങ്ങൾ അനുഷ്ഠിക്കുക, ഏകാദശി, ദ്വാദശി, ത്രയോദശി, ചതുർദശി, പഞ്ചദശി, ഇങ്ങനെ അങ്ങോട്ട് തുടങ്ങും. പിന്നെയോ പുരാണ ഗ്രന്ഥങ്ങളൊക്കെ വായിക്കുക, ഒന്നിനും അമ്പലത്തിലെ കമ്മിറ്റിയിൽ സജീവമാവുക. അങ്ങനെ കുറേ കാലം അതിലൊക്കെ അങ്ങനെ പ്രവർത്തിച്ച് അങ്ങനെ അങ്ങനെയൊക്കെ ആയി അവസാനം ഇയാൾ ആണോ പെണ്ണോ ആരോ ആവട്ടെ, പുരുഷനാകാം സ്ത്രീയാകാം, അവരൊരു ദിവസം മരിക്കുമ്പം ആളുകൾ പറയുന്ന അവരൊക്കെ വിഷ്ണുപദം പൂജി, അവർക്കൊക്കെ മോക്ഷം കിട്ടി എന്ന് പറഞ്ഞാൽ ഇങ്ങനെ കുറേ കാര്യങ്ങൾ കുറേ കാലം ചെയ്തു കഴിഞ്ഞാൽ കിട്ടുന്ന മരണാനന്തര ബഹുമതി. നമ്മുടെ പത്മശ്രീയൊക്കെ പോലെ അതിന് മരണവുമായി ഒരു ബന്ധവുമില്ല. അറിയേണ്ടത് അതാണ്. അതിന് ഈ പറഞ്ഞ ഈ അമ്പലത്തിൽ പോക്കും പുരാണ പാരായണം ഒന്നുമായിട്ട് ബന്ധമില്ല. ആവാതിരിക്കാം. അറിവ് തന്നെയാണ് മോക്ഷത്തിന് നിദാനം. അറിവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറേ ശ്ലോകങ്ങൾ ഉദ്ധരിക്കാൻ അറിയുക എന്നുള്ളതുമല്ല, ഭാഷാജ്ഞാനമല്ല. എന്തറിവ്? ഞാൻ ശരീര മനോബുദ്ധി ഉപാധിയല്ല എന്ന ബോധ്യം, തികഞ്ഞ ബോധ്യം, അനുഭവം. അത് തന്നെ മോക്ഷം. അപ്പം എന്തായി? ഞാൻ ദേശം കൊണ്ട് പരിമിതനല്ല, കാലം കൊണ്ട് പരിമിതനല്ല, വസ്തുവിലും പരിമിതനല്ല. അപ്പം എനിക്ക് എന്തില്ല? യാതൊരു വേവലാതിയില്ല. അത് ഈ ശരീരത്തോടു കൂടി ഇരിക്കെ തന്നെ ബോധിക്കണം. അത് ബോധിക്കാത്തിടത്തോളം ഈ സത്വഗുണം കെട്ട് തന്നെ. ജ്ഞാനത്തെ അറിയാൻ ആഗ്രഹം ഉണ്ടായതുകൊണ്ട് മാത്രം കാര്യമില്ല, അത് കെട്ടാണ്. അങ്ങനെ മനസ്സിലാക്കണം. നമ്മൾ ആദ്യത്തെ ക്ലാസ്സിൽ തന്നെ അത് പറഞ്ഞിരുന്നു. എന്നാലും ചിലത് നിങ്ങൾ ശ്രദ്ധിക്കാതെ പോകുമ്പോൾ നിങ്ങൾക്കത് ഇതുണ്ടാവും. എന്തെങ്കിലും മനസ്സിലായിട്ടില്ലെങ്കിൽ നിങ്ങൾ ഒന്നുകൂടെ കേൾക്കും, അപ്പോൾ ക്ലിയർ ആവും. അപ്പം സത്വഗുണം ഈ പറഞ്ഞ സുഖത്തെ കാക്ഷിക്കുന്നു, ജ്ഞാനത്തെ കാക്ഷിക്കുന്നു. രജോ ഗുണമോ രാഗാത്മകമായിട്ടുള്ളതാണ്. ആഗ്രഹങ്ങളെല്ലാം തന്നെ രജോ ഗുണത്തിൽ നിന്ന് ആവിർഭൂതമാകുന്നു. ഏതാഗ്രഹവും. അപ്പം എനിക്ക് മോക്ഷം വേണമെന്നുള്ള ആഗ്രഹത്തിനും അതുണ്ടേ, രജസ് ഉണ്ട്. നിങ്ങൾ ആദ്യം അറിയേണ്ടത് ഇതൊന്നും, ഇത് നല്ലത്, ഇത് പിന്നെ കുറച്ചുകൂടെ ഭേദം, ഇത് തീരെ മോശം, അങ്ങനെ ഒരു ക്ലാസിഫിക്കേഷനിലേക്ക് വരണ്ട തൽക്കാലം. ഇതിനെ മനസ്സിലാക്കുക, അതാണ് പ്രധാനം. അപ്പോൾ രജോ ഗുണം എന്താണ്? ഇത് രാഗാത്മകമാണ് എന്ന് പറഞ്ഞാൽ താല്പര്യങ്ങളെല്ലാം തന്നെ, നമ്മുടെ ഓരോരോ താല്പര്യങ്ങളും പ്രകടമാകുന്നത് അതിലാണ്. ഇങ്ങനെ അതിനെ ബന്ധിക്കുന്നു. അപ്പോൾ ആശാപാശമാണ് രജോ ഗുണം. ആ രജോ ഗുണം കർമ്മവുമായി കർമ്മത്തിൽ നമുക്ക് കർമ്മസങ്കേന ദേഹിനം ബധ്നാതി.
പല കർമ്മങ്ങളും ചെയ്യാനുള്ള കർമ്മത്തിൽ സംഘവും ഉണ്ടാക്കുന്നു. അങ്ങനെ നമ്മളെ ബന്ധിപ്പിക്കും. അപ്പോൾ ഈ കർമ്മങ്ങളിൽ സംഘം ഉണ്ടാവരുത് എന്നാണോ? അപ്പം കർമ്മങ്ങളിൽ നിന്നുള്ള ബന്ധനം എങ്ങനെ ഒഴിവാക്കാം? അത് ചോദ്യം വേറെയാണ്. കാരണം ഗീത ഓൾറെഡി ഇതിൻ്റെയൊക്കെ ഉത്തരം പറഞ്ഞിട്ടുണ്ട്. കാരണം ഇവിടെ വരുമ്പോൾ നമ്മൾ അങ്ങനെ, അല്ലാതെ ഇവിടെ വരുമ്പോൾ നമ്മളിപ്പോൾ ഒന്നും അറിയാത്ത മട്ടിൽ അങ്ങനത്തെ ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ പ്രശ്നമാണ്. പ്രശ്നമൊന്നുമില്ല, പക്ഷെ മനസ്സിലാക്കണം എന്നുള്ളതാണ്. അപ്പോൾ മുമ്പ് പറഞ്ഞു ഒന്നും മനസ്സിലായിട്ടില്ല എന്ന് വരും. അപ്പോൾ ഇവിടെ കർമ്മം കൊണ്ട് ബന്ധിക്കപ്പെടുന്നു രജോ ഗുണം എന്ന് പറഞ്ഞു. അതേസമയം കർമ്മത്തിൻ്റെ വിടുതലിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. 3, 4 അധ്യായങ്ങൾ. 2-ാം അധ്യായത്തിലും പറഞ്ഞിട്ടുണ്ട്. 2-ാം അധ്യായത്തിൽ കർമ്മത്തിൻ്റെ 4 നിയമങ്ങൾ പറഞ്ഞിട്ടുണ്ട്. പ്രധാനപ്പെട്ടതാണ്. എന്താ അത്? കർമ്മണ്യേവാധികാരസ്തേ മാ ഫലേഷു കഥാചന മാ കർമ്മഫലഹേതുർഭൂഹു മാ ദേ സംഗോസ്ത്വ കർമ്മണി. അടിസ്ഥാന നിയമമാണ്. കർമ്മേന്ദ്രിയൈഹി കർമ്മയോഗം ആരഭതേ 3-ാം അധ്യായത്തിൽ. അപ്പോൾ കർമ്മബന്ധിതനാണോ? അവിടെ അല്ല. 2-ൽ പറയുന്നത് എന്താ? കർമ്മണി ഏവതേ അധികാരഃ. നിനക്ക് കർമ്മം ചെയ്യുന്നതിൽ അധികാരമുണ്ട്, അവകാശമുണ്ട്, സ്വാതന്ത്ര്യമുണ്ട്. കർമ്മത്തെ നമ്മൾ പഠിച്ചതാണ്. ഉത്ക്ഷേപണം അവക്ഷേപോ ഗമനം ച പ്രസാരണം ആകുഞ്ചനം ഇതി പ്രാഹു കർമ്മ പഞ്ചവിധം ബുധാഹ. മറന്നു പോകരുത്. കർമ്മത്തിൻ്റെ 5 ഭാവങ്ങൾ: ഉയർത്തുക, താഴ്ത്തുക, വലിക്കുക, ചുരുക്കുക, നടക്കുക, പോവുക. ഇതാണ് 5 വിധത്തിലുള്ള കർമ്മങ്ങൾ. 5 വിധത്തിലേ കർമ്മമുള്ളൂ. 6-മതൊരു കർമ്മമൊന്നുമില്ല. ആ കർമ്മം കൊണ്ട് നമുക്ക് സാധിക്കാവുന്നതിനെ കുറിച്ചും പറഞ്ഞിട്ടുണ്ട്. ഉത്പാദ്യം, വികാര്യം, സംസ്കാര്യം, പ്രാപ്യം. നമുക്ക് ഉൽപ്പാദിപ്പിക്കാം പലതും. നമ്മളിപ്പോൾ വലിയ പോർട്ട് ഉൽപ്പാദിപ്പിച്ചു, വിഴിഞ്ഞു. സിമെൻറ്റും കോൺക്രീറ്റും കമ്പി അതും ഇതുമൊക്കെ കൊണ്ട്, നമ്മുടെ മനുഷ്യപ്രയത്നം കൊണ്ടുണ്ടായതാണ് ഉത്പാദ്യം. വികാരം, വികാരപ്പെടുത്താം, പരിണമിപ്പിക്കാം, നമുക്ക് സാധിക്കുന്നതാണ്. പാലിനെ തൈരാക്കാം, തൈരിൽ നിന്ന് മോരാക്കാം, എണ്ണയാക്കാം, അതിനെ ഉരുക്കി നെയ്യാക്കാം. വികാരപ്പെടുത്താം. സംസ്കാരം, അതിനെ റിഫൈൻ ചെയ്യാം. സ്വർണ്ണമൊക്കെ ഉണ്ടാവുന്നത്, പെട്രോൾ പോലെയുള്ളത് ഉണ്ടാവുന്നത് സംസ്കരിച്ചെടുക്കുക. പ്രാപ്യം, നമുക്ക് ഒരു സ്ഥലത്ത് നിന്ന് വേറൊരു സ്ഥലത്ത് എത്തിച്ചേരാം. ഇതൊക്കെ കർമ്മം കൊണ്ട് സാധിക്കുന്നത്. പിന്നെ അവിടെ തന്നെ നമ്മൾ കണ്ടു സഞ്ചിത കർമ്മം, ആഗാമി കർമ്മം, പ്രാരബ്ധ കർമ്മം. കർമ്മത്തിൻ്റെ എല്ലാ നൂലാമാലകളെയും എങ്ങനെ കർമ്മയോഗത്തെ, കർമ്മം ചെയ്തുകൊണ്ട് സംഘമില്ലാത്ത കർമ്മത്തെ എങ്ങനെ ചെയ്യാം. അപ്പം ഇവിടെ പറയുന്നത് എന്താ? അവിടെ ആ സമയത്ത് ഗുണങ്ങളെക്കുറിച്ച് കൂടുതൽ പ്രതിപാദിച്ചിട്ടില്ല. സ്വാഭാവികമായും അവിടെ അർജുനൻ ചോദിച്ചിരുന്നെങ്കിൽ ഭഗവാൻ അവിടെ പറയും. ഇവിടെ എത്തിയപ്പോൾ ഭഗവാന് തന്നെ തോന്നുന്നുണ്ട്, കാരണം കുറേയും കൂടെ കാര്യങ്ങൾ പറയേണ്ടതുണ്ട്. ഗീത കംപ്ലീറ്റ് എന്താ പറയുക, അതിനെ ഒരു MRI സ്കാനിങ് ആണ്. അതിൽ കംപ്ലീറ്റ് റിപ്പോർട്ടുണ്ട്. ഭഗവാൻ ചെയ്യുന്നത് അതാ. എല്ലാ കാര്യം ഗീതയിൽ പറയാതെ പോയിട്ടുള്ള ഒന്നുമില്ല. അതുകൊണ്ടാണ് ശങ്കര ഭഗവത്പാദർ ഇതിന് സർവശാസ്ത്ര സംഗ്രഹഭൂതം എന്ന് പറഞ്ഞു. സർവശാസ്ത്രം, ഈ ശാസ്ത്രം എന്ന് പറയുന്ന വാക്ക് കേൾക്കുമ്പോൾ ഈ പറഞ്ഞ പോലെ നേരത്തെ യുക്തിവാദികളുടെ കാര്യം, അവർക്ക് ഈ ശാസ്ത്രം എന്നൊന്നും പറയാൻ പാടില്ല എന്നാണ് അവർ പറയുന്നത്. നിങ്ങളെന്തിനാണ് ഇതിനെ ശാസ്ത്രം എന്ന് പറയുന്നത്? എൻ്റെ യുക്തിവാദി ഈ ശാസ്ത്രം എന്നുള്ള വാക്ക് സംസ്കൃത പദമാണെന്നുള്ളത് പോലും അറിയാതെ പറയണത്. അധ്യാത്മശാസ്ത്രം, ഇവിടെ ശാസ്ത്രം എന്ന് പറയുമ്പോൾ അതാണ്.
മോഡേൺ സയൻസിനെ അല്ല. അങ്ങനെ ഉപയോഗിക്കരുത്. ഇതിൽ വേറൊരു കോമഡി എന്താന്ന് പറഞ്ഞാൽ ഈ സയൻസിൻ്റെ കണ്ടെത്തലൊക്കെ യുക്തിവാദികളുടെ കണ്ടെത്തലാണ്. സയൻസ് എന്നൊക്കെ പറഞ്ഞാൽ ഈ ആത്മീയതയിൽ പ്രവർത്തിക്കുന്നവർ അങ്ങനെയൊന്നും പറയാൻ പാടില്ല. നമ്മളൊക്കെ സ്കൂളിലൊന്നും പോവാത്തവരാണ്. അവരുടെ നോട്ടത്തിൽ സയൻസിനെ പാടെ നിഷേധിക്കുന്നവരാണ്. അങ്ങനെയല്ല. അപ്പോൾ കർമ്മം കൊണ്ട് ബന്ധിപ്പിക്കുന്നു. അപ്പോൾ അവിടെ നിന്ന് 2-ാം അധ്യായത്തിൽ പറഞ്ഞ കർമ്മയോഗ ചതുസൂത്രവും 3-ാം അധ്യായത്തിലും 4-ാം അധ്യായത്തിലും ഒക്കെ പറഞ്ഞിട്ടുള്ള കർമ്മേന്ദ്രിയങ്ങളെ കൊണ്ട് കർമ്മത്തെ ചെയ്യുന്ന ഒരുവൻ കർമ്മയോഗിയായിരിക്കുന്നതും എന്നാൽ ഒന്നും ചെയ്യാതെ മനസ്സുകൊണ്ട് വ്യാപരിക്കുന്നവൻ മിഥ്യാചാരനുമാകുന്നതൊക്കെ വിസ്തരിച്ച് പറഞ്ഞിട്ടുണ്ട്. ഇവിടെ വരുമ്പം പറയുന്നത് അത്തരം കാര്യങ്ങൾക്കപ്പുറത്ത് എങ്ങനെയാണ് ഇത് സംഭവിക്കുന്നത്, അതാണ് ഇത് ഡയഗ്നോസ് ചെയ്ത് പറയുന്നതാണ് ഡോക്ടർ. മറ്റേത് നിങ്ങൾക്ക് ഇന്നെന്ന ഇതൊക്കെ അതുകൊണ്ടുണ്ടാവും. ഇതിൻ്റെ കാരണം കൃത്യമായിട്ട് പറയാം. ഇന്നതുകൊണ്ടാണ് ഇത് വന്നത്. ഇത് ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു റിപ്പോർട്ടാണ്, മെഡിക്കൽ റിപ്പോർട്ട്. ഡീറ്റെയിൽ ആയിട്ടുള്ള, നമ്മൾ ചില കാര്യത്തിനൊന്നും ഒരു എക്സ്റേയിലൊന്നും നിൽക്കുന്നില്ല, ഒരു MRI വേണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വിസ്തരിച്ചുള്ളൊരു ചെക്കപ്പ് ഉണ്ടല്ലോ, അതാണ്. അപ്പം കർമ്മസംഖ്യേന, അപ്പം എങ്ങനെ എന്താണ് അതിന് കാരണം? ഈ രജോ ഗുണമാണ്. അപ്പം കർമ്മങ്ങൾക്കൊക്കെ കാരണം രജോ ഗുണമാണ് എന്ന് ഗീത മുമ്പ് പറഞ്ഞത് അർജുനൻ്റെ 3-ാം അധ്യായത്തിലെ ചോദ്യത്തിലാണ്. കാരണം ഇവിടെ നമ്മൾ വളരെ നിർത്തി നിങ്ങളോട് പറയുന്നത് എന്താന്ന് പറഞ്ഞാൽ, ഇതിൽ ചിലപ്പം നമുക്ക് കൺഫ്യൂഷൻ ഉണ്ടാവാം. ആ കൺഫ്യൂഷൻ ഉണ്ടാവാതിരിക്കണമെങ്കിൽ നിങ്ങൾക്ക് പണ്ട് പറഞ്ഞതെല്ലാം ഓർമ്മ വേണം. പഴയ കാര്യത്തിന് വിരുദ്ധമായിട്ട് ഇവിടെ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ എന്ന് വെച്ചാൽ ഇല്ല. അതിന് കൂടുതൽ വ്യക്തത, കൂടുതൽ നമ്മളെ ഊട്ടി ഉറപ്പിക്കുന്നതാണ്. കർമ്മയോഗത്തിൻ്റെ വ്യക്തത വരേണ്ടത് ഇവിടെയൊക്കെ വരുമ്പോഴാണ്. അപ്പോൾ നമ്മൾ അത് മാത്രം പഠിക്കുമ്പോൾ ഇതൊക്കെ അതിലേക്ക് ഒഴിച്ചേർക്കാമോ എന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും. അപ്പോൾ 3-ാം അധ്യായം മാത്രം നമ്മൾ ജ്ഞാനയജ്ഞം ഒരാഴ്ചയൊക്കെ പറയുന്ന സമയത്ത് നമ്മൾ എന്തൊക്കെയാണോ അപ്പോൾ വരുന്നത് അതും പ്രധാനമാണ്. അപ്പോൾ മുന്നിലിരിക്കുന്ന ഒരാൾക്ക് ഏത് സംശയങ്ങൾ, ഇതിപ്പോൾ ഇതിൽ ചിലരൊക്കെ സംശയങ്ങൾ ചോദിച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും നല്ലതാണ് സംശയങ്ങൾ ചോദിക്കുന്നത്. അപ്പോൾ നമുക്കത് പറയാൻ പറ്റുള്ളൂ. അതുകൊണ്ടാണ് പറയുന്നത്. എങ്ങനെ ഇത് സത്വഗുണം നമ്മളെ ബന്ധനസ്ഥരാക്കുന്നത് എങ്ങനെ, രജോ ഗുണം ബന്ധനസ്ഥരാക്കുന്നത് എങ്ങനെ, ഇതെല്ലാം നമ്മളിൽ ഉള്ളേ എന്ന് ചോദിച്ചാലുണ്ട്. അതുകൊണ്ടാണ് ഇന്നലെ പറഞ്ഞത്, ഇങ്ങനെ കുറേ ആളുകളെ നമ്മൾ മിഷൻ ഉണ്ടാക്കി വിടുന്നത് പോലെ കുറേ സത്വഗുണിയെ ഭഗവാൻ പുറത്തേക്ക് ഇറക്കി, രജോ ഗുണിയെ ഇറക്കി, തമോ ഗുണിയെ ഇറക്കി. അങ്ങനെയല്ല, അങ്ങനെ മനസ്സിലാക്കരുത്. നമ്മളിൽ ഇതെല്ലാം ഉണ്ട്. നമ്മുടെ ഓരോ വാക്കിലും സത്വവും രജസ്സും തമസ്സും ഉണ്ട്. കർമ്മങ്ങളിൽ, ചിന്തകളിൽ എല്ലാം ഉണ്ട്. നമ്മുടെ ചെയ്തികളിൽ, പെരുമാറ്റം എല്ലാം. അപ്പോൾ സ്വയം നമുക്ക് നമ്മളെ ഒന്ന് പഠിക്കണം. എന്തുകൊണ്ടാണ് ഞാൻ അപ്പോൾ ആ സമയത്ത് ഇങ്ങനെ സംസാരിച്ചത്? സ്വയം നിങ്ങളെക്കുറിച്ച് അങ്ങനെ ഒരു ചോദ്യം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഉത്തരവിടുന്നുണ്ട്. ഇങ്ങനെ അറിഞ്ഞാലും അർജുന. തുടർന്ന് ഭഗവാൻ തമോ ഗുണത്തെക്കുറിച്ച് പറയാം. 8-ാമത്തെ ശ്ലോകമുണ്ട്, 14-ാം അധ്യായത്തിലെ 8-ാമത്തെ ശ്ലോകം. തമസ്ത്വജ്ഞാനജം വിദ്ധി മോഹനം സർവദേഹിനാം പ്രമാദാലസ്യ നിദ്രാഭിഃ തന്നിബധ്നാതി ഭാരത.
തമഹ തു അജ്ഞാനജം വിദ്ധി. ഹേ അർജുന, ഭരത, തമഹ തു, തമോ ഗുണമാകട്ടെ, അജ്ഞാനജം, അജ്ഞാനത്തിൽ നിന്ന് ജനിക്കുന്നതാണ്, അറിവില്ലായ്മയിൽ നിന്ന്. ഈ അജ്ഞാനം എന്ന് പറയുന്നത് തന്നെ നമുക്ക് നന്നായി അപഗ്രഥിക്കേണ്ടതുണ്ട്. നമ്മൾ കേവലം അജ്ഞാനത്തിന് അറിവില്ലായ്മ എന്നൊന്നും പറയാൻ പാടില്ല. എന്താണ് അത്? അജ്ഞാനാന ജാതമിതി അജ്ഞാനം, അജ്ഞാനത്തിൽ നിന്ന് ജാതം. ജ്ഞാനം എന്താണ്? ജ്ഞാനത്തിൻ്റെ 20 ലക്ഷണങ്ങൾ മുൻ അധ്യായത്തിൽ പറഞ്ഞു. അതിൽ നിന്ന് അന്യമായിട്ടുള്ളതിനെയൊക്കെ അജ്ഞാനമായിട്ട് കരുതണമെന്ന് പറഞ്ഞു. ശരീര മനോബുദ്ധി ഉപാധികളിൽ ഞാൻ തന്നെ എന്നത് അജ്ഞാനമാണ്. അതാണ് ഏറ്റവും വലിയ അജ്ഞാനം. നമ്മൾ അജ്ഞാനം എന്ന് കേൾക്കുമ്പോൾ വിവരക്കേട്, വിവരമില്ലായ്മ എന്നൊക്കെ പറയും. അതാ നമുക്ക് ഈ വേദാന്ത ശാസ്ത്രം മനസ്സിലാക്കുന്നതിന് നമ്മൾ ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്ന പല കാര്യങ്ങളും ഇതിലേക്ക് കയറി വന്ന് നമ്മൾ അതിനെ അങ്ങനെ അങ്ങോട്ട് മനസ്സിലാക്കാൻ ശ്രമിക്കും. അതാണ് ഇവിടെ പലപ്പോഴും പലർക്കും പറ്റുന്നത്. ഇത് ഉപയോഗിക്കുന്ന ഭാഷയും ഇതിൽ ഉപയോഗിച്ചിരിക്കുന്ന സാങ്കേതിക ശബ്ദങ്ങളും ഒക്കെ, അതിൽ വലിയ ഒരു അളവ് ശബ്ദങ്ങളൊക്കെ നമ്മുടെ നിത്യ ഉപയോഗത്തിൽ നമ്മൾ ഉപയോഗിക്കുന്ന ശബ്ദങ്ങളാണ്. പക്ഷെ അവിടെ നിത്യോപയോഗത്തിൽ ഉപയോഗിക്കുന്ന ശബ്ദങ്ങളുടെ സാരമല്ല, അർത്ഥമല്ല ഇവിടെ. അതിനൊരു ഉദാഹരണം ഈ അജ്ഞാനം എന്ന് പറയുന്നു. ജ്ഞാനം, അജ്ഞാനം എന്നൊക്കെ പറയുന്നു. അജ്ഞാനത്തിൽ നിന്നാണ് എന്ത്? തമോ ഗുണം ജ്ഞാനത്തിൽ നിന്ന് ജനിക്കുന്നത്. ഈ സത്വഗുണവും രജോ ഗുണവും തമോ ഗുണവും ശരിക്കും പറഞ്ഞാൽ ഈ 3 ഗുണങ്ങൾ എങ്ങനെ നമ്മളിൽ പ്രകടമാകുന്നു എന്നതിൻ്റെ കഥയാണ്, കഥാരൂപേണയാണ് പറഞ്ഞിട്ടുള്ളത് രാമായണത്തിൽ. വാത്മീകി രാമായണത്തിൽ പറഞ്ഞത്. ഈ വാത്മീകിയുടെ തന്നെ ശ്രീരാമോദന്തം കൃതി തുടങ്ങുന്നത് സംസ്കൃതം സ്കൂളിൽ പഠിച്ചിട്ടുള്ളവർക്കറിയാം. 8ാം ക്ലാസ്സിലോ 9ാം ക്ലാസ്സിലോ ആണ് ശ്രീരാമോദന്തം പഠിക്കാനുള്ളത്. 10ലാണോ ഓർമ്മയില്ല. ശ്രീരാമോദന്തത്തിലെ ആദ്യ ഇതറിയാം, ശ്രീരാമോദന്തം അറിയാം, മുഴുവൻ അറിയാം. തുടങ്ങുന്നത് എന്താ? പുരാ വിശ്രവസ രാവണോ നാമ രാക്ഷസ ആസീത്. പുരാ പണ്ട് വിശ്രവസ് എന്ന ആൾക്ക് രാവണൻ എന്ന രാക്ഷസൻ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു. രാവണനെ കുറിച്ച് ആദ്യം പറഞ്ഞു. തേതു തീവ്രേണ തപസ പ്രത്യക്ഷീകൃത്യ വേദസം. ബ്രഹ്മാവിനെ തപസ്സുകൊണ്ട് പ്രീതിപ്പെടുത്തി അവർ ഇഷ്ടങ്ങളായിട്ടുള്ള വരങ്ങളെ വരിച്ചു. 3 പേര്. ആരൊക്കെയാണ്? കുംഭകർണ വിഭീഷണവും, രാവണനും കുംഭകർണ വിഭീഷണനും. 3 പേര്. ആരെ ഈ 3 പേര്? ശ്രവസിൻ്റെ പുത്രന്മാരാണ്. എന്നിൽ നിന്ന് തന്നെയാണ് ഇതൊക്കെ ഉണ്ടായിട്ടുള്ളത്. വിഭീഷണൻ സത്വഗുണത്തെ പ്രതിനിധാനം ചെയ്യുന്നു. അതുകൊണ്ട് വിഭീഷണൻ തപസ് ബ്രഹ്മാവിനെ പ്രത്യക്ഷപ്പെടുത്തി ബ്രഹ്മാവിനോട് പറഞ്ഞത് എന്താണെന്നറിയോ? വിഷ്ണു ഭക്തി എന്നാണ്. എനിക്ക് വിഷ്ണുവിൽ പരമമായ ഭക്തി ഉണ്ടാകണം. മോക്ഷത്തെയാണ് മൂപ്പര് ആഗ്രഹിച്ചത്. വിഷ്ണുവിൻ്റെ ഭക്തി വേണം എന്ന് പറഞ്ഞു. തഥാസ്തു എന്ന് ഭഗവാൻ പറഞ്ഞു. രാവണൻ എന്തു പറഞ്ഞു? അജീജനയേത്, എന്നെ ജയിക്കാൻ ഒരുത്തനും ഉണ്ടാവരുതെന്ന്. പക്ഷെ ആളൊക്കെ പരാജയപ്പെട്ടു, അത് വേറെ കാര്യം.
എന്നാലും മൂപ്പരുടെ ഈ ശ്രമം ഇത് തന്നെയായിരുന്നു. മൂപ്പരേക്കാൾ ശക്തിയുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ അവന്മാരെയൊക്കെ തട്ടുക. അതാണ് രജോ ഗുണം. രാവണൻ രാഗാത്മകം. എവിടെ എന്തൊക്കെ ഉണ്ടോ അതൊക്കെ അടിച്ചു മാറ്റി തൻ്റെതാക്കുക. 10 തല അതിൻ്റെ സിംബോളിസമാണ്. വേറൊരാളുണ്ട്, കുംഭകർണൻ. തമസ്, അജ്ഞാനജം. ഇവർ എണീറ്റിട്ട് വേണ്ട എന്തെങ്കിലും ചെയ്യാൻ. എപ്പോഴും നിദ്ര. പറയാൻ വേണ്ടി കൃതിയിൽ അങ്ങനെ പറഞ്ഞിട്ടില്ലെങ്കിലും മറ്റുള്ളവർ പറയും നിദ്രാവത്വം എന്ന്. മൂപ്പര് നിദ്രയെ വരിച്ചു. നിർദേവത്വം എന്നാണ് പറയാൻ ഉദ്ദേശിച്ചത് എന്ന് പറയും. അത് നമുക്ക് പറയാം. ദേവന്മാരില്ലാത്ത അവസ്ഥ ഉണ്ടാവണം എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ വേണമെങ്കിലും പറയാം. ദേവൻ എന്ന് പറഞ്ഞാൽ എന്താ? ദിവദ്യോതന എന്നാണ്, പ്രകാശിക്കുന്നത് എന്നാണ്. എനിക്ക് പ്രകാശമേ വേണ്ടെന്ന് നമ്മുടെ ഈശാവാസ്യത്തിൽ പറയും. അസുര്യ നാമത്തെ ലോകാ അന്തേന തമസാവൃത താംസ്തേ പ്രേത്യാഭിഗച്ഛന്തി ഏകേ ചാത്മഹനോജനാ. ആത്മഹന്താക്കളായിട്ടുള്ള അവർ ഈ ആസുരമായിട്ടുള്ള ലോകത്തിലേക്ക്, കൂരിരുട്ടായിട്ടുള്ള ലോകത്തിലേക്ക് പ്രവേശിക്കും. അതിനാണ് വിനോബാജി അസൂര്യാനാമ എന്നുള്ളതിന് സൂര്യരഹിതമായ എന്ന് പറയുന്നത്, അജ്ഞാനത്തിൻ്റെ. അപ്പം ഈ 3 പേര് 3 ഗുണങ്ങളാണ്, സത്വം, രജസ്, തമസ്. അപ്പം ആ 3 പേരുടെ ചെയ്തികൾ ഈ ഗുണങ്ങളുടെ ചെയ്തികളാണ്. എന്ത് മനോഹരമാണ്. അതിനെ നിങ്ങൾ നമ്മിലെ രാവണൻ, നമ്മിലെ കുംഭകർണൻ, നമ്മിലെ വിഭീഷണൻ, ഇതിനെ തിരയുന്നതിന് പകരം നിങ്ങൾ ഏതോ കാലത്ത് ഇത് എവിടെയൊക്കെയോ ഉണ്ടായതാണെന്ന്, രാവണന് സ്പീഡ് ബോട്ട് ഉണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞ് ന്യായീകരിക്കുന്നത് വല്ല കാര്യമുണ്ടോ? നോക്കൂ, നമ്മുടെ ഗ്രന്ഥങ്ങളെ, ധർമ്മശാസ്ത്രത്തെ നമ്മളെ കാണാൻ ഒരു കണ്ണാടിയുടെ മുന്നിൽ നിന്നാൽ നിങ്ങളെങ്ങനെ കാണുമോ അതുപോലെ നിങ്ങളെ നമ്മളെ ഓരോരുത്തരെയും കാണാൻ ഉള്ള വിധത്തിൽ പഠിക്കുമ്പോണ്ടല്ലോ നമുക്ക് ഒരു ശുദ്ധി ഉണ്ടാവും. നമ്മളെ ആ ശുദ്ധി ചുറ്റുപാടിനും എന്താ പറയുക, സുഗന്ധം ഉണ്ടാക്കും. അവർക്കും ഒരു സമാധാനം കിട്ടും. അപ്പോൾ തമസിനെ കുറിച്ചാണ് നമുക്ക് നാളെ പറയാം. കുറേ പറയാനുണ്ട്. ഓം പൂർണ്ണമദഃ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്യതേ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യതേ. ഓം ശാന്തി ശാന്തി ശാന്തി.